എൻ്റെ പേര് അജിത. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഇടവേളിൽ നിന്നും വരുന്നു. ഞാനിവിടെ ആദ്യം അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് ഇടയാക്കി തന്ന പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഡിസംബർ 19 ഞാൻ എൻ്റെ ഒരു ബന്ധു മുഖാന്തരമാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അതിനുശേഷം ഞാനിവിടെ വരികയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ആ നിയോഗങ്ങളെല്ലാം ഇപ്പം മറന്നുപോയി എന്തൊക്കെയാണ് വെച്ചതെന്നുള്ളത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു 30 വർഷത്തോളമായി ഉണ്ടായിരുന്ന അലർജി രോഗം, ശ്വാസം മുട്ടലും ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറി. അതുപോലെ അങ്ങനെ അതെനിക്കൊരു സാക്ഷ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ കൃപയിൽ എനിക്ക് നടന്ന്. പിന്നെ അത് അടുത്തതായി എനിക്ക് എൻ്റെ വീടിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്. എൻ്റെ വീട് ഞാൻ 20ഓളം വർഷമായി ഞാനൊരു വീട് മേടിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോഴന്ന് എല്ലാവരും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ടാക്സ് കുറച്ചാണ് വെച്ചിരുന്നത്. പക്ഷേ അത് ഇപ്പോൾ ഈ 20 വർഷത്തിന് ശേഷം എൻ്റെ ടാക്സ് ഒരു 45,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് രജിസ്റ്റർ ഓഫീസിൽ നിന്ന് എഴുതി വന്നായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് അടയ്ക്കാൻ നിവർത്തിയില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുള്ളായിരുന്നു. ഞങ്ങളുടെ മക്കൾ ഒരാൾ ദൂരെ താമസിക്കുന്നു, വേറൊരാളും ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ജോലിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ പേപ്പറിനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അത് എന്താണെന്ന് പരിഹാരം കാണുക എന്ന് ചെയ്യുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് ഫാദർ പറഞ്ഞത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ, അല്ലാതെ ഞങ്ങളുടെ വേറെ കുഴപ്പം കൊണ്ടല്ല, അത് ടാക്സ് അന്ന് ശരിക്കും വെക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെ വന്നത്, ചെറിയ പൈസയെങ്കിലും അടയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. അപ്പം ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ചെറിയ പൈസയൊന്നും അടയ്ക്കേണ്ടി വരരുത്, അങ്ങനെ ഒരു പൈസ അടയ്ക്കേണ്ടി വരുന്നെങ്കിൽ ആ പൈസയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് ആളുകളെ ഒരു വണ്ടി പിടിച്ചിവിടെ കൊണ്ടുവരും. അപ്പോൾ അമ്മ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനുമായിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അമ്മ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ അതിന് ശേഷം ഞങ്ങളുടെ ഒരു വാർഡ് മെമ്പറെ കണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ മെമ്പർ പറഞ്ഞ് പേടിക്കേണ്ട, ഞാനത് മുഖ്യമന്ത്രിയുടെ PAക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ മെമ്പറെ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് കൊടുക്കുകയും എൻ്റെ ഹസ്ബൻഡിന് ഇപ്പോൾ സുഖമില്ലാതൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ അടയ്ക്കാൻ നിവർത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. എന്തോ അമ്മയുടെ കൃപയാൽ ഇതുവരെ ഇപ്പോൾ 1 വർഷത്തോളമായി ഇപ്പോൾ അതിനുശേഷം ഒരു പൈസ അടയ്ക്കേണ്ടി വന്നില്ല. ഞാൻ അങ്ങനെ ആളുകളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ അതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലായിരുന്നു, അത് എറണാകുളത്തായിരുന്നു വീട്. അപ്പം ഞാൻ അവിടെ എന്തോ കാര്യത്തിന് പോയിട്ട് 2 ആഴ്ചയോളം അവിടെ എനിക്ക് താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഹസ്ബൻഡ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് അത് വെച്ചിട്ട് പോയത്. പിന്നെ അദ്ദേഹം അത് മറന്നുപോയി. പിന്നെ അത് സന്ധ്യയോടുകൂടി പുറത്ത് പോവുകയും പുറത്ത് പോയിട്ട് രാത്രി 8 മണിക്കൊക്കെയാണ് തിരിച്ച് വന്നത്. വീട്ടിൽ ആരുമില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ മോൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ബൈബിൾ വായിക്കുകയും അവിടുത്തെ ജോലികളൊക്കെ തീരുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കുക ചെയ്ത് പ്രാർത്ഥനയിലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അങ്ങനെയാണ്. ഇളയ മോൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് പെരയ്ക്കകത്ത് മൊത്തം പുക കയറി എന്തോന്ന് അറിയാൻ വയ്യാതെ അടുക്കളയിലോട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ കലത്തിലിരുന്ന കംപ്ലീറ്റ് വെള്ളവും വറ്റി ആ കല ഒരു തീഗോളമായി ഇരിക്കുന്നു, അടുപ്പും എല്ലാം ചൂടായി കരിഞ്ഞ് ഇരിക്കുന്നു. അപ്പം അത് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ അമ്മ മാതാവ് ഞങ്ങളെ ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി. അതെൻ്റെ ഒരു 3ാമത്തെ സാക്ഷിയാണ്. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് വീണ്ടും ഞങ്ങളെ രക്ഷപ്പെടുത്തിയ എൻ്റെ ഈശോയും മാതാവുമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഡിസംബർ 31 രാത്രിയിൽ ഒരു 7:30 മണിയായപ്പോഴത്തേക്ക് ഒരു വലിയൊരു പാമ്പ് വന്ന്. അത് പാമ്പെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വിഷമുള്ള ഒരു അണലിയായിരുന്നു അത് വന്നത്. പക്ഷെ ഞങ്ങൾ വന്നെന്ന് ഒരാളെ എൻ്റെ അടുത്ത് വിളിച്ച് റോഡിൽ കൂടി ഇങ്ങനെ ഇഴഞ്ഞ് വീട്ടിലോട്ട് കയറിയെന്ന് പറഞ്ഞ് അതെങ്ങോട്ട് പോയെന്നറിയാമേ ഞാൻ ടോർച്ചടിച്ച് അവിടെ എല്ലാം നോക്കിയിട്ടും അതിനെ കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അടുക്കള വശത്തൂടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു. പക്ഷേ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഞാൻ പേടിച്ച് ഞാൻ അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിലോട്ട് പോയിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഫിസിലടിക്കുന്ന കണക്കുള്ള ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. എന്തോന്ന് അറിയാൻ വയ്യ. അങ്ങനെ ഞാൻ ഇങ്ങനെ നടന്ന് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലിപ്പോൾ ഇച്ചിരി പണി നടക്കുമായിരുന്നു. അപ്പോഴാ ഒരു ജന്നൽ മാറ്റി വയ്ക്കണമായിരുന്നു. അപ്പോൾ ആ ജന്നൽ മാറ്റി വെച്ചുകൊണ്ട് അതിന് കതകില്ലായിരുന്നു. അപ്പോൾ ആ കതകിൻ്റെ പുറത്തൂടെ കതകില്ലാത്തതുകൊണ്ട് ജന്നലിൽ കൂടെ വെട്ടം വെളിയിലടിച്ച് ഞാനിങ്ങനെ ജന്നലിൻ്റെ അടുത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു അണലി ഇങ്ങനെ ചുറ്റി കിടന്ന്
പൂച്ച ഒരു 3-4 അപ്പുറത്തൊക്കെയുള്ള പൂച്ചകളാണ്. അത് 3-4 ഇങ്ങനെ കിടക്കുന്ന കാരണം ഈ പാമ്പിന് പോകാനും പറ്റുന്നില്ല. അത് ഈ പൂച്ചയെ കണ്ടുകൊണ്ടാണ് സൗണ്ട് ഉണ്ടാക്കിയത്. പിന്നെ എൻ്റെ വീട്ടിൽ മക്കളൊക്കെ ഉള്ളായിരുന്നുകൊണ്ട് ക്രിസ്മസ് അവധി ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർ തന്നെ അപ്പോഴത്തന്നെ ഫോറസ്റ്റിൽ ആളിനെ വിളിച്ച് കൊണ്ടുവന്ന അണലിയെ പിടിച്ചുകൊണ്ട് പോയത് ഭയങ്കര വിഷമുള്ളതായിരുന്നു. പക്ഷേ അതും എൻ്റെ ഈശോയും മാതാവും എന്നെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നു. ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി പത്രം കൊടുക്കാനൊക്കെ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാനിവിടെ എല്ലാ മാസം തോറും വരികയും പത്രങ്ങൾ വാങ്ങി എല്ലായിടത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡിൽ പോസ്റ്റ് ഓഫീസിൽ ബാങ്കുകളിൽ ഞാൻ എവിടെയാണോ പോകുന്നത് അവിടെ എല്ലാം ഞാനിതൊക്കെ കൊണ്ട് കൊടുക്കുകയും പിന്നെ ചോറ് പൊതിയും പിന്നെ രോഗികളെ കാണാനായിട്ട് ആശുപത്രിയിൽ പോവുകയും ഒക്കെ ചെയ്യും. പിന്നെ രോഗികളായി അടുത്തൊക്കെയുള്ള രോഗികളെ കാണാനായിട്ട് വീടുകളിൽ പോവുകയും അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ എനിക്ക് ജോലിയൊന്നുമില്ല. എൻ്റെ മക്കളൊക്കെ തരുന്ന പൈസയിൽ നിന്നാണ് ഞാനും കാരുണ്യ പ്രവർത്തികളായിട്ട് അവർക്ക് രോഗികൾക്ക് വേണ്ടുന്ന ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെയും ചെറിയ പൈസകൾ എൻ്റെ കയ്യിലുള്ളതുപോലെ തന്നെ 1000-ഓ 2000-ഓ 1500 ഒക്കെ വെച്ച് ഞാൻ അവിടെ കൊടുക്കുകയും പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ പത്രങ്ങൾ തന്നെ ഞാൻ എൻ്റെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ഞാൻ എവിടെയൊക്കെ പോകുന്നോ അവിടെ എല്ലാം ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. റോഡിൽ നടന്നു കൊടുക്കും. ഇത്രയൊക്കെയാണ് എനിക്കിപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. ഇനിയും എനിക്ക് അവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷിയാണ്. അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണം. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. അജിത എന്ന ഈ സഹോദരി ഉടമ്പടിയെടുത്ത് ഇവിടെ നിന്ന് പോയതിനു ശേഷം സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് ലഭിച്ച സംരക്ഷണവും സൗഖ്യവുമാണ് ഈ സഹോദരിയുടെ ഏറ്റുപറഞ്ഞത്. അവരുടെ വീടിൻ്റെ കടബാധ്യതകളെല്ലാം വളരെ പെട്ടെന്ന് ഈശോ കുറച്ചു കൊടുത്തതായും അതിനെല്ലാം ഒരു വലിയ സമാധാനം അവർക്ക് ലഭിച്ചതായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളായാലും കാനായിലെ വിവാഹം പോലെ അസാധ്യതകളുടെ മേൽ എനിക്ക് യാതൊരു മെറിറ്റ് ഇല്ലെങ്കിൽ തന്നെയും എനിക്ക് ലോൺ എടുക്കാൻ സാധ്യതകളില്ലെങ്കിൽ തന്നെയും എനിക്ക് വേണ്ടിയുള്ള സാധ്യതകളെല്ലാം വീട്ടിലേക്ക് കടന്നു വരുന്നതായി ഈശോയുടെ അനുഗ്രഹത്താൽ അവരുടെ കുടുംബം രക്ഷപ്പെടുന്നതായി ഈ മകൾ ഏറ്റുപറയുകയായിരുന്നു. അതുപോലെ തന്നെ 30 വർഷമായിട്ടുണ്ടായിരുന്ന ഈ മകളുടെ അലർജി രോഗം ഈശോ സൗഖ്യപ്പെടുത്തിയതായി മകൾ ഏറ്റുപറയുന്നു. അവരുടെ കുടുംബത്തിലുണ്ടായ രണ്ട് വലിയ സംരക്ഷണത്തെക്കുറിച്ച് സഹോദരി പറയുകയുണ്ടായി. അണലി പാമ്പ് അവരുടെ വീട്ടിൽ വന്ന് ചുറ്റിക്കിടക്കുകയും അതുപോലെ തന്നെ അവരുടെ വീട്ടിലെ ഗ്യാസ് ഒരു ദിവസത്തോളം കത്തി അതൊരു തീഗോളമായി നിൽക്കുകയും എന്നാൽ അവരുടെ വീടിന് യാതൊരു അപകടവുമില്ലാതെ അവർ രക്ഷപ്പെട്ടതായും സാക്ഷ്യപ്പെടുത്തുന്നു. നാം ഉടമ്പടി എടുക്കുമ്പോൾ ഒരുപാട് മക്കളാണ് അപകടങ്ങളിൽ നിന്നും ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായി സാക്ഷ്യങ്ങളിലൂടെ ഏറ്റുപറയുന്നത്. ഉടമ്പടി എന്നത് ഉടൻ പരിഹാരത്തേക്കാൾ അതൊരു വലിയ സംരക്ഷണമാണ്. നാം പാമ്പുകളുടെയും തേളുകളുടെയും മേൽ ചവിട്ടി നടക്കാനുള്ള ഒരു വലിയ കൃപയും അനുഗ്രഹവും അധികാരവുമാണ് ഈശോ നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നൽകുന്നത്. ഉടമ്പടി എന്നാൽ അതൊരു വിശുദ്ധിയാണ്. ജീവിത വിശുദ്ധിയോടെ നാം ജീവിക്കുമ്പോൾ ആത്മാവിൽ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മോട് ഏറ്റുപറയുന്നു. നാം വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാനും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രീൻ സിഗ്നലിട്ട് ഈശോയ്ക്ക് കൈമാറാനും ആ ഒരു ജീവിത വിശുദ്ധിയിൽ നാം ചെയ്യുന്നതും പറയുന്നതും നമ്മുടെ വിശ്വാസ കൈമാറ്റവും വിശ്വാസ സംരക്ഷണവും നമുക്ക് ജീവിക്കുവാനും സാധിക്കുമെന്നതാണ് അജിതകുമാരി ഇവിടെ ഏറ്റുപറയുന്നത്. അജിതയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും സൗഖ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.